ഇന്നത്തെ കാലത്ത് ഒരു കുട്ടികളിൽ മുതൽ നമ്മൾ അഡൽറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ജീറിയാട്രിക് വരെ ഒരു വൃദ്ധ അവസ്ഥയിലെത്തുന്ന വരെയുള്ള കാലഘട്ടം നമ്മൾ നോക്കിയാൽ രോഗങ്ങൾ ഇല്ലാതിരിക്കുന്നതായിട്ട് ആരുമില്ല. ഓക്കെ. അതിൽ ശരിയായിട്ടുള്ളൊരു കാരണമെന്ന് പറയുന്ന ഒന്ന് തെറ്റായ ജീവിത ശൈലി തന്നെയാണ്. ഓക്കെ. ഇല്ലെങ്കിൽ ആഹാരചര്യ, ഇല്ലെങ്കിൽ നമ്മളെ വ്യവഹാരങ്ങൾ. ഓക്കെ. അത് ആദ്യം തുടങ്ങുന്നത് ആഹാരത്തിൽ നിന്ന് തന്നെയാണ്. ഓക്കെ. ശരിയായ സമയത്ത് ആഹാരം കഴിക്കാണ്ട് വരിക, ഇല്ലെങ്കിൽ ശരിയായ രീതിയിലുള്ള ആഹാരങ്ങൾ കഴിക്കാതെ വരിക, സമയം തെറ്റിയുള്ള ആഹാരശീലങ്ങൾ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ വ്യായാമമില്ലായ്മ. ഓക്കെ. കൂടുതലായിട്ട് ചിന്തിച്ച് കൂട്ടുന്നത്. ഓക്കെ. ഇന്നത്തെ കാലത്ത് ഏറി വരുന്ന ഒരു പ്രശ്നത്തിലൊന്നാണ് ജീവിതശൈലി രോഗങ്ങളുടെ ഭാഗം പറയുമ്പോൾ കൂടുതലായിട്ടും വരുന്ന ഒരു പ്രശ്നങ്ങൾ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഫലപ്രദമായിട്ട് നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുന്നത് ആഹാരത്തിലും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വ്യവഹാരത്തിലുമാണ്. ഓക്കെ. ഇതിന് സഹായകരമാണ് നമുക്ക് ഈ കർക്കിടക ചികിത്സയിലൂടെ ലഭ്യമാകുന്നത്. ഇപ്പോൾ പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ കർക്കിടക ചികിത്സ ജീവിതശൈലി രോഗങ്ങളിൽ പ്രധാനമായിട്ട് കറക്റ്റ് ചെയ്യുന്നത് തന്നെ ഒരു വ്യക്തിയുടെ GIT, അതായത് ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ പ്രോബ്ലംസ് തന്നെയാണ്. ഇപ്പോൾ ആയുർവേദത്തിൽ പറയുന്നത് ഏത് രോഗത്തിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് നമ്മുടെ ഉദരത്തിൽ നിന്ന് തന്നെയാണ്, വയറ്റിൽ നിന്ന് തന്നെയാണ്. തെറ്റായ ആഹാരചര്യകൾ അല്ലെങ്കിൽ ആഹാര രീതികൾ, സമയം തെറ്റിയുള്ള ആഹാരക്രമങ്ങളെല്ലാം ഒരു വ്യക്തിയുടെ ജീവിതത്തിന് നിലവാരത്തെയോ ഇല്ല എന്നുണ്ടെങ്കിൽ അതൊരു അസുഖത്തെ തന്നെ കാരണമായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന ഈ കർക്കിടക ചികിത്സയിൽ പ്രധാനമായിട്ടും നിങ്ങളെല്ലാവരും കേട്ട് കാണും ഈ കർക്കിടക കഞ്ഞിയും അതുപോലെ തന്നെയുള്ള കർക്കിടക ചികിത്സകളും. ഇതിൽ കർക്കിടക കഞ്ഞിക്കും പ്രധാനമായിട്ട് ഭാഗമുണ്ട്. അതുപോലെ നമ്മുടെ കർക്കിടക ചികിത്സകളും. കർക്കിടക കഞ്ഞി നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നുണ്ട് രോഗപ്രതിരോധ ശേഷി കൂട്ടുവാനും ഈ ശരീരത്തിലെ ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ, അതായത് ഉദര സംബന്ധമായ വൈഷമ്യങ്ങൾ മാറ്റുവാനും കർക്കിടക കഞ്ഞി ഒരു പരിധിവരെ ഉതകുന്നതാണ്. തുടർന്ന് ഈ കർക്കിടക ചികിത്സയിലൂടെ ഒരു മനുഷ്യനുണ്ടായിരിക്കുന്ന, അതായത് തെറ്റായ വ്യവഹാരങ്ങളിൽ നിന്നുണ്ടായിരിക്കുന്നതായിട്ടുള്ള ശരീരവേദനകൾ, സ്ട്രെസ്, ഹോർമോണൽ ഇംബാലൻസ്, ഇതിനെ വരെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ കർക്കിടക ചികിത്സയിലൂടെ നമുക്ക് സാധിക്കും. മഴക്കാലത്ത് നമ്മൾ അധികമായിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഈ ജലദോഷം ഇല്ലെങ്കിൽ പനി. ഇന്നത്തെ കാലത്ത് നമ്മുടെ OPDസിലൊക്കെ ഏറ്റവും കൂടുതൽ വരുന്നത് ജലദോഷമായിട്ടോ ഇല്ലെങ്കിൽ പനിയോ, ഇല്ലെങ്കിൽ നമ്മുടെ മുതിർന്നവരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അവർക്ക് ജോയിൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, ഇല്ലെങ്കിൽ വിശപ്പില്ലായ്മ, ഇല്ലെങ്കിൽ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ പോലും ശരിയായിട്ട് ദഹിക്കാണ്ടിരിക്കുക, ഇല്ലെങ്കിൽ ഒരു അകാരണമായിട്ടുള്ള ഓക്കാനം പോലെ തോന്നുക, ഇല്ലെങ്കിൽ ഓക്കാനിക്കുക, ഇല്ലെങ്കിൽ മലബന്ധം, ഇങ്ങനെയുള്ള അസുഖങ്ങളാണ് കൂടുതൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു GIT റിലേറ്റഡ് ആയിട്ടും ജോയിൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളാണ്. എന്നാൽ ചെറിയ പ്രായക്കാരിലേക്ക് വരുമ്പോഴത്തേക്കും ഇത് രണ്ടും സമ്മിശ്രിതമായിട്ടും വരാറുണ്ട്. GIT, അതായത് ഉദര സംബന്ധമായ രോഗങ്ങളും വരാറുണ്ട്, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളും വരാറുണ്ട്. ഓക്കെ. ഇത് ഓരോ പ്രായത്തിലും ഓരോ വ്യക്തികൾക്കും ഓരോ രീതിയിലാണ് അതിൻ്റെ സിംറ്റംസ് എല്ലാം കാണിക്കുന്നത്. ഇപ്പോൾ ചെറിയ പ്രായത്തിലാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഉദര സംബന്ധമായിട്ടുള്ളതും അതുപോലെ തന്നെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വളർന്ന് അതൊരു യുവത്വത്തിലേക്ക് എത്തുമ്പോൾ അവർക്ക് കൂടുതൽ വരുന്നത് ഉദര സംബന്ധമായ പ്രശ്നങ്ങളും നമ്മുടെ ഈ ജോയിൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസാണ് കൂടുതൽ വരുന്നത്. എന്നാൽ ജീറിയാട്രിക്കിലേക്ക് കുറച്ച് വൃദ്ധാവസ്ഥയിലേക്ക് എത്തുമ്പോഴത്തേക്കും ഇത് ഉദര സംബന്ധവും അതുപോലെ ശ്വാസകോശ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസും അതുപോലെ തന്നെ ഈ ജോയിൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളും ആയിരിക്കും, ഈ മൂന്നും കൂടെ ചേർന്നുള്ളതായിരിക്കും കൂടുതൽ കാണുന്നത്. അപ്പോൾ പ്രായം അനുസരിച്ച് അതിൻ്റെ ഒരു ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം. അതുപോലെ ഈ സിസ്റ്റമിക് ആയിട്ടുള്ള ഡിസീസിൻ്റെ എല്ലാം ഉത്ഭവം അതനുസരിച്ച് കൂടും. ഇപ്പോൾ ചെറിയ കുട്ടികളിലേക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രധാനമായിട്ട് അവിടെ കുട്ടിയുടെ ദഹനത്തെ ഒന്ന് കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ, അത് ഒരു ദഹന പ്രക്രിയനെ ഒന്ന് കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ശരിയായ രീതിയിൽ വയറിളക്കുക, ഇല്ലെങ്കിൽ ആ ദഹനം പ്രോത്സാഹിപ്പിക്കത്തില്ല. നമ്മൾ ആയുർവേദത്തിൽ ദീപനീയ പാചനീയ ഔഷധങ്ങൾ എന്ന് പറയും. അതായത് കഴിച്ച ആഹാരങ്ങളെ വേഗം ദഹിപ്പിക്കാൻ സഹായിക്കുന്ന ഔഷധങ്ങൾ കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ റെസ്പിറേറ്ററി ഇമ്മ്യൂണിറ്റി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രതിരോധ ശക്തി കൂട്ടുന്ന രീതിയിലുള്ള ഔഷധങ്ങൾ നമുക്ക് ആയുർവേദത്തിലുണ്ട്, അത് കൂടുതൽ കൊടുക്കുക. എന്നാൽ ഈ അഡൽറ്റ് ഗ്രൂപ്പിൽ ഒരു യുവത്വത്തിലേക്കുള്ള കടക്കുന്ന കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ പ്രത്യേകിച്ചും നമുക്കറിയാം ഒരു +1 +2 അല്ലെങ്കിൽ ഡിഗ്രി കോഴ്സിലേക്ക് പഠിക്കുന്ന കുട്ടികളാകുമ്പോഴത്തേക്കും അവർ ആഹാരത്തെ പറ്റി ലീസ്റ്റ് ബോധേഡാണ്. അവർ അതിനെപ്പറ്റി ശ്രദ്ധിക്കാറില്ല. അപ്പോൾ കിട്ടുന്നതെല്ലാം ജങ്ക് ഫുഡ്സായും കൂടുതൽ കഴിക്കുന്നത്, വീട്ടിലുള്ള ആഹാരങ്ങൾ കുറച്ച് കഴിക്കുന്ന കുട്ടികളായിരിക്കും. കുട്ടികളോട് കളിക്കാൻ പോകുമ്പോഴോ ഇല്ലെങ്കിൽ മറ്റു സാഹചര്യങ്ങളിലൊക്കെ ശരിയായ രീതിയിൽ ഭക്ഷണം കഴിക്കാത്തതാവാം, ഇല്ലയെന്നുണ്ടെങ്കിൽ വിശപ്പില്ലായ്മ കൊണ്ടും ആവാം. ഇത് കാരണം ഉണ്ടാകുന്ന ഉദര വൈഷമ്യങ്ങളൊക്കെ നമുക്ക് ഈ ആയുർവേദ മരുന്നുകളിലൂടെ, അതായത് വിശപ്പ് കൂട്ടാനുള്ള മരുന്നുകളിലൂടെയോ ഇല്ലയെന്നുണ്ടെങ്കിൽ
നമ്മൾ ഈ തെറ്റായ ആഹാരം ജങ്ക് ഫുഡ് കഴിച്ചത് മൂലം ഉണ്ടായ ചെറിയ ഗ്യാസ്ട്രിക് ഡിസ്റ്റർബൻസസ് ചിലപ്പം അറിയണമെന്നില്ല, കുട്ടികളാണെങ്കിൽ അത് പറയത്തുപോലുമില്ല. അപ്പോൾ അതിനെല്ലാം നമുക്ക് ഒന്ന് ലഘൂകരിക്കത്തക്ക രീതിയിലുള്ള ഔഷധങ്ങൾ നമുക്ക് കൊടുക്കാനും കഴിയും. ഇപ്പോൾ വാർദ്ധക്യത്തിലുള്ള ആൾക്കാർക്കാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള 3 സിസ്റ്റം റിലേറ്റ് ചെയ്തുള്ള അസുഖങ്ങളും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു ജോയിൻ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളായിരുന്നാൽ പോലും അതിന് നമുക്ക് വയർ സംബന്ധമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു പ്രായമായിട്ടുള്ള വ്യക്തി ഇപ്പോൾ മോഷൻ നന്നായിട്ട് പോയില്ല, അതായത് വയറ്റിൽ നിന്ന് പോയില്ല എന്നുണ്ടെങ്കിലോ, ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു ആഹാരം കഴിച്ചതിന് വയറുവേദന അല്ലെങ്കിൽ വയറുവീർപ്പ്, ഒരു ഹെവിനെസ്സോ അനുഭവപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് വയറിന് മാത്രമല്ല അനുഭവപ്പെടുന്നത്. മിക്കവാറും അവിടെ കയ്യിലേക്ക് ഒരു കഴപ്പ് വരിക, ഇല്ലെങ്കിൽ കൈ വേദന അല്ലെങ്കിൽ മുട്ട് വേദന, നടക്കുമ്പോഴെല്ലാം മുട്ട് അകാരണമായിട്ട് വേദനിക്കുക, അങ്ങനെയുള്ള സിംറ്റംസും കൂടെ അസോസിയേറ്റ് ചെയ്തായിരിക്കും ഈ ഉദര സംബന്ധമായ രോഗങ്ങൾക്ക് വരുന്നത്. അപ്പോൾ അവിടുത്തെ നമ്മൾ നോക്കുമ്പോൾ ശരിയായുള്ള ദഹിക്കാനുള്ള മരുന്നുകളോ ഇല്ലെങ്കിൽ മലശോധന കറക്റ്റ് ആവുന്ന മരുന്നുകളോ ഔഷധങ്ങളോ അതുപോലെ തന്നെ ദഹന പ്രക്രിയ പ്രോത്സാഹിപ്പിക്കുന്നതായിട്ടുള്ള മരുന്നുകളോ കൊടുക്കുമ്പോൾ ആ ദഹനം നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മലം ശോധനം ശരിയായ രീതിയിൽ നടന്നു കഴിഞ്ഞാൽ ഈ വേദനകളൊക്കെ ഒരു പരിധി വരെയും പിന്നെ മാറുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ശ്വാസകോശ സംബന്ധമായി റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ കൂടുതൽ വരുന്ന ഒരു കാലാവസ്ഥയുടെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ്. നമുക്കറിയാം കർക്കിടക കാലഘട്ടം എന്ന് പറയുന്നത് നമുക്ക് ഒരു മഴക്കാലത്തിൻ്റെയും പ്രശ്നങ്ങൾ വരുന്നുണ്ട്, എന്നാൽ അതേസമയം തന്നെ ചൂടുകാലം വിട്ടുമാറി വരുന്നതിൻ്റെ ഒരു കാലഘട്ടം കൂടെയാണ്. അപ്പോൾ രണ്ടിൻ്റെയും ഇടയിലുള്ള സമയം കൂടെ ആയതുകൊണ്ട് തന്നെ രോഗാണുക്കളുടെ പ്രസൻസും അന്തരീക്ഷത്തിൽ കൂടുതലായിരിക്കും. അപ്പോൾ ഈ ശ്വാസകോശം റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ നമുക്ക് മാറുന്നതിനുള്ള ഔഷധങ്ങളും അതോടൊപ്പം തന്നെ ആ റെസ്പിറേറ്ററി ഇമ്മ്യൂണിറ്റി, കാരണം ഇത് കഴിഞ്ഞാൽ വരാൻ പോകുന്ന അടുത്ത വീണ്ടും തണുപ്പ് കാലങ്ങളുണ്ട്. അപ്പോൾ അതിനും കൂടെ ആ സമയത്തും കൂടെ ഈ തരത്തിലുള്ള ശ്വാസകോശ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളൊന്നും വരാതിരിക്കാനുള്ള ഔഷധങ്ങളും ഇതിൻ്റെ കൂടെ സേവിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ എപ്പോഴും ഇന്നത്തെ കാലത്ത് കൂടുതൽ കണ്ടുവരുന്നതാണ് ശ്വാസകോശം റിലേറ്റഡ് ആയിട്ട് വരുന്ന പനി. നമ്മളതിൻ്റെ ഈ കുട്ടികളുടെ കേസിൽ നമ്മൾ ബ്രോങ്കോ ന്യൂമോണിയ എന്നൊക്കെ പറഞ്ഞ് വിളിക്കാറുണ്ട്. ഇത് ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ കൂടി വരുന്നുണ്ട്. പണ്ട് കാലത്ത് ഒരു പനി വന്നു കഴിഞ്ഞാൽ ആ പനി മാത്രമായിട്ട് നിന്ന് പോകുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇതെല്ലാം ഈ 3 സിസ്റ്റവും ക്ലബ് ചെയ്ത് വരുന്ന ഒരു രീതിയിലുള്ള അസുഖങ്ങളാണ് ഇന്നത്തെ കാലത്ത് കണ്ടുവരുന്നത്. അപ്പോൾ ശ്വാസകോശവും ഉദരവും ട്രീറ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി, അതായത് ഒരു പനി വന്നാൽ പോലും അത് ലഘുവായിട്ട് അധികം തീക്ഷ്ണ രീതിയിലായിട്ട് പോകാതെ ഈസി ആയിട്ട് ശരീരം തന്നെ അതിനെ പ്രതിരോധിച്ച് വരത്തക്ക രീതിയിലുള്ള ഔഷധങ്ങൾക്ക് ആയുർവേദ ചികിത്സയിലൂടെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഒരു രോഗത്തെ ചികിത്സിക്കുക എന്നത് മാത്രമല്ല, ആ രോഗിയെ മൊത്തത്തിൽ സമഗ്രമായി എടുത്തുകൊണ്ട് ചികിത്സിക്കുക എന്നുള്ളത് കൂടെയാണ് ആയുർവേദത്തിൻ്റെ തത്വം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ജോയിൻറ്റ് റിലേറ്റഡ് ആയിരുന്നാലും കർക്കിടക ചികിത്സയിലൂടെ നമ്മളിപ്പോൾ തടവല എന്നാലും ശരി, പിഴിച്ചില എന്നാലും അല്ലെങ്കിൽ പഞ്ചകർമ്മയിലൂടെയുള്ള ഇപ്പോൾ വമനം, വിരേചനം, വസ്തി, നസ്യം, രക്തമോക്ഷണം ഇതെല്ലാം ചെയ്യുന്നത് തന്നെ ശരീരത്തിൽ ദൂഷിച്ചിരിക്കുന്ന ദോഷങ്ങളെ പുറന്തള്ളുവാനും ഒരു സഹായകരമാണ്. ഇപ്പോൾ ജോയിൻറ്റ് റിലേറ്റഡ് ആണെങ്കിൽ നമുക്കറിയാം, ഒരു മുട്ടുവേദനയോ അല്ലെങ്കിൽ നടുവേദനയോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് എണ്ണയുടെ തടവി ഒന്ന് ആവി കൊള്ളുമ്പോൾ തന്നെ കിട്ടുന്ന ഒരു ആശ്വാസം മുതിർന്നവർക്ക് എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ കൊച്ചു കുഞ്ഞുങ്ങൾക്കായിരുന്നാലും അറിയാം. അപ്പോൾ ഇത് ആ തൽക്കാലത്തേക്കുള്ള ശാന്തി മാത്രമല്ല, ഇനി വരും കാലത്തുള്ള, അതായത് ഈ പഞ്ചകർമ്മം ചെയ്യുന്നതിലൂടെ വരും കാലത്ത് ഒരു വർഷത്തേക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ പരിപാലനം കൂടെയാണ് ഈ കർക്കിടക ചികിത്സയിലൂടെ ലഭ്യമാകുന്നത്. ഏതൊരു രോഗവും ആയുർവേദത്തെ സംബന്ധിച്ചിടത്തോളം തുടങ്ങുന്നത് ഉദരത്തിൽ നിന്ന് തന്നെയാണ്. ഒരു ഉദര വൈഷമ്യം എന്നുള്ളത് ശരീരത്തിലെ ആകമാനം, അത് ശാരീരികമായിരുന്നാലും മാനസികമായിട്ടും കൂടെ ഒരു വ്യക്തിയെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ഈ കർക്കിടക കന്നി നമ്മുടെ ശരീരത്തിലെ ദഹന പ്രക്രിയയെ ക്രമീകരിക്കുവാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു വർഷക്കാലം ഒരു മനുഷ്യൻ കഴിച്ചിരുന്ന ആഹാരങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ചേർത്തിരിക്കുന്ന പദാർത്ഥങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം അഡൾട്രേറ്റഡ് ആവാം. ഇപ്പോൾ എണ്ണകളായിരുന്നാൽ പോലും അഡൾട്രേറ്റഡ് ആയിട്ടിരിക്കും, മസാലാസ് അതിൽ അഡൾട്രേറ്റഡ് ആവാം. അപ്പോൾ എങ്ങനെയായിരുന്നാലും ചെറിയ രീതിയിലെങ്കിലും ഉള്ള ഉദര വൈഷമ്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. എന്നാൽ അതുമൂലം അതുമൂലം ക്രിയേറ്റ് ആക്കപ്പെടുന്ന ടോക്സിൻസ് നമ്മുടെ ശരീരത്തിൽ അങ്ങിങ്ങായിട്ട് അടിഞ്ഞുകൂടുകയും അത് കാരണം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഉദരത്തെ കറക്റ്റ് ആക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് ഈ ഔഷധക്കന്നിയുടെ പ്രാധാന്യം വളരെ വലുതാണ്, ഒന്നാമത്. രണ്ടാമതായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി, അതായത് ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അത് എത്ര വേഗം മാറുന്നു, അല്ലെങ്കിൽ ഒരു രോഗം വന്നാൽ അത് എത്ര ലഘുവായിട്ട് മാറിപ്പോകുന്നു. ഇപ്പോൾ ചില അസുഖങ്ങൾക്ക് നല്ല രോഗപ്രതിരോധ ശേഷിയുള്ള ആൾക്കാരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഔഷധങ്ങൾ കഴിച്ചില്ലെങ്കിൽ പോലും 1-2 ദിവസം കഴിയുമ്പോഴത്തേക്കും തനിയെ മാറിപ്പോറുണ്ട്. എന്നാൽ ചില ആൾക്കാരാണെങ്കിലോ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അവർക്ക് അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി, അതായത് അവർക്ക് അതിനെ
തടഞ്ഞു നിർത്താനോ ഇല്ലെങ്കിൽ അതിനെതിരെ ചെറുക്കാനുള്ള കപ്പാസിറ്റി വളരെ വളരെ കുറവായിരിക്കും. ഒരു അസുഖം വന്നാൽ 1 ആഴ്ച 2 ആഴ്ച വരെ കിടന്നു പോകുന്നവരും ഉണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ആൾക്കാരിൽ ഈ ഔഷധക്കഞ്ഞി വളരെ പ്രയോജനകരമാണ്. പ്രത്യേകിച്ച് അവരുടെ ഉദര സംബന്ധമായിട്ടുള്ള എന്താ പറയുക ഇമ്മ്യൂണിറ്റി കൂട്ടാനും റെസ്പിറേറ്ററി ഇമ്മ്യൂണിറ്റി കൂട്ടാനും, അത് മാത്രമല്ല ശരീരത്തിൽ മൊത്തത്തിലുള്ള രോഗപ്രതിരോധ ശേഷിക്ക് അതിലടങ്ങിയിരിക്കുന്ന ഓരോ ഔഷധങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യങ്ങളുണ്ട്. എല്ലാം തീക്ഷ്ണ ഉഷ്ണ ഔഷധങ്ങളായിരിക്കും കൂടുതലും അടങ്ങിയിട്ടുള്ളത്. അത് കാരണം തന്നെ നമുക്ക് ദഹന പ്രക്രിയ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തുവാനായിട്ട് ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, അത് കാരണം അതിലൂടെ തന്നെയാണ് നമുക്ക് ഇതേ മരുന്നുകൾ തന്നെയാണ് നമുക്ക് രോഗപ്രതിരോധ ശേഷിക്കായിട്ട് യൂസ് ചെയ്യുക. ഇപ്പോൾ ആയുർവേദത്തിൽ സംബന്ധിച്ചിടത്തോളം ഒരു ഔഷധം തന്നെ നമുക്ക് പല അസുഖങ്ങൾക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ആ രീതിയിൽ തന്നെയാണ് നമ്മുടെ ഈ ഔഷധ കഞ്ഞിയിലുള്ള കഷായ പൊടികളെല്ലാം ചേർത്തിരിക്കുന്നതെല്ലാം. കർക്കിടക ചികിത്സ ഇപ്പോൾ ഓരോ ആൾക്കാരും ഓരോ രീതിയിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ ചിലവർ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം അനുസരിച്ച് നോക്കുമ്പോൾ ഒരു ഹോസ്പിറ്റലിലേക്ക് ഒരു രോഗി വന്നു കഴിഞ്ഞാൽ അവർ തന്നെ ആവശ്യപ്പെടണം എനിക്ക് ഇന്ന ട്രീറ്റ്മെൻറ്റ്സ് വേണം എന്നുള്ളത്. അതിനേക്കാൾ ഉപരി ആദ്യം ഒരു ഡോക്ടറുടെ ഒരു നിർദ്ദേശം തേടി അയാളുടെ ആ ഒരു വ്യക്തിയുടെ രോഗത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണ്, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ അവസ്ഥ എന്താണ് എന്ന് ശരിയായി പരിശോധിച്ച് ഏത് രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആദ്യം തുടങ്ങി അത് എങ്ങനെ അവസാനിപ്പിക്കണം എന്നുള്ളതിന് കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് പോവുകയാണ് ആദ്യമായിട്ട് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം ഒരു വ്യക്തി ഇപ്പോൾ ചൂർണ്ണപിണ്ഡത്തിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ പൊടിക്കരി ചെയ്യുന്നു, തടവുകയും ചെയ്യുന്നു. ഓക്കെ, രണ്ടും പരസ്പര വിരുദ്ധമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആണ്. രണ്ടും ഒരേ സമയത്ത് സാധാരണ ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷേ എന്നാൽ ചിലവർ അത് രണ്ടും ഒരുമിച്ച് തന്നെ വേണമെന്ന് ഓപ്റ്റ് ചെയ്ത് വരുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളവരിൽ ഇതിൻ്റെ എന്താ പറയുക ഈ ചികിത്സ കഴിഞ്ഞ് വരുമ്പോഴുള്ള എഫക്റ്റ് വേറെ ആയിരിക്കും. എന്നാൽ എണ്ണയിട്ട് ആദ്യം പൊടിക്കരി ചെയ്ത് ഇല്ലെങ്കിൽ എണ്ണയിട്ട് ഇല്ലെങ്കിൽ കിഴിയിട്ട് അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക്കലി ചെയ്തു വരുന്നവരുടെ റിസൾട്ട് വേറെ രീതിയിലായിരിക്കും. സോ നമുക്ക് ഈ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് ബേസ് ചെയ്തിരിക്കും നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണെന്നുള്ളത്. അത് ആദ്യം നമുക്ക് ആ റിസൾട്ട് എന്താവണമെന്ന് ആ രോഗി ആ ഡോക്ടറോട് എന്തവസ്ഥയിൽ വന്ന് എന്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നു എന്നതനുസരിച്ചിരിക്കും. പൊതുവായിട്ട് കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ ഈ രോഗങ്ങളെല്ലാം വരുന്നതിന് പ്രധാന കാരണം ഒന്ന് സ്ട്രെസ്സാണ്. ഇന്നത്തെ കാലത്ത് യുവാക്കളിലും അതുപോലെ മുതിർന്നവരിലും കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് സ്ട്രെസ് തന്നെയാണ്. സമയമില്ലായ്മ, അല്ലെങ്കിൽ വ്യായാമമില്ലായ്മ, അതുപോലെ തന്നെ ഉറക്കക്കുറവ്, ശരിയായിട്ടുള്ള ആഹാരം കഴിക്കാതെ വരിക. ഇത്രയും കാര്യങ്ങൾ ഒരു മനുഷ്യൻ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാറാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഇന്ന് എല്ലാവർക്കും ഉള്ളൂ. പക്ഷേ എന്നിരുന്നാലും ചിലപ്പോൾ അവരുടെ ബിസി ഷെഡ്യൂൾസ് കാരണമാവാം, ഇല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സമയം ശരിയായിട്ടുള്ള രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാവാം ഇതെല്ലാം ഒരു ഡീറേഞ്ച്ഡ് ആയിട്ട് നിൽക്കാറുണ്ട്. അപ്പോൾ ഇതിൽ എന്താണെന്നുണ്ടെങ്കിൽ ഈ 1 മാസത്തെ കർക്കിടക ചികിത്സ കഴിയുമ്പോൾ ഒന്നാമത് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിയാണ്. ഓക്കെ, രോഗത്തിൻ്റെ ചെറുക്കാനുള്ള ശക്തി ശരീരത്തിന് കൂട്ടുക എന്നുള്ളതും, രണ്ടാമത് അവിടുത്തെ ഉദര സംബന്ധമായിട്ടുള്ള, അതായത് നമ്മുടെ GI റിലേറ്റഡ് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനിലെ ഹെൽത്ത് കൂട്ടുക എന്നുള്ളത്. അതായത് ആഹാരം കഴിച്ചാൽ എത്ര വേഗം ദഹിക്കുന്നു, ശരിയായ രീതിയിൽ ദഹിക്കുന്നുണ്ടോ, മലശോധനം കറക്റ്റ് ആക്കുക എന്നുള്ളതാണ് രണ്ടാമത് നമുക്ക് കിട്ടുന്നൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. മൂന്നാമെന്ന് പറയുന്നതാണ് നമ്മുടെ ജോയിൻറ്റ് ഹെൽത്ത്. അത് വളരെ വളരെ പ്രധാനമാണ്. നമ്മുടെ ഈ ഒരു വണ്ടി സർവീസ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ വർഷവും നമ്മൾ വണ്ടി സർവീസ് ചെയ്യും. എന്തിനാണ്? നമ്മൾ അതിൻ്റെ ജോയിൻറ്റ്സ് എല്ലാം കൃത്യമായിട്ട് ലൂബ്രിക്കേറ്റ് ചെയ്ത് നല്ല രീതിയിൽ പോകാനായിട്ടാണ്. അപ്പോൾ ആ ഒരു വർഷത്തേക്കുള്ള ആരോഗ്യ പരിപാലനം നമ്മളവിടെ ചെയ്തു വരുന്നു. അപ്പോൾ ഈ 1 മാസത്തെ കർക്കിടക ചികിത്സ വരുമ്പോൾ സാധാരണ അവർക്കുണ്ടായിരിക്കുന്ന ജോയിൻസും ഇല്ലെങ്കിൽ അവരുടെ ബോഡിയിലുണ്ടായിരുന്ന സ്ട്രെസ്സ് തന്നെ അവർ മൊത്തത്തിൽ കുറയുകയും ശരീരത്തിന് ഒരു ആയാസം ഉണ്ടാവുകയും ചെയ്യുന്നു. അതുവരെ നമുക്ക് സ്ട്രെസ് റിലേറ്റഡ് നമുക്കറിയാം, സ്ട്രെസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു ഭാരം തോന്നും, നമുക്കൊരു പിരിമുറുക്കം തോന്നാറുണ്ട്. എന്നാൽ ഇത് കഴിയുമ്പോഴത്തേക്കും ആകമാനമുള്ള ഇമ്മ്യൂണിറ്റി കൂട്ടുകയും എന്നാൽ ശരീരത്തിന് ഒരു ലൈറ്റ്നെസ് ഫീൽ ചെയ്യുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ അതുവരെ ഉണ്ടായിട്ടുള്ളതോ അല്ലെങ്കിൽ ഉണ്ടാകാമായിരിക്കുന്നതോ ആയിട്ടുള്ള ജോയിൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസുകളെല്ലാം അവിടെ പരിഹരിക്കപ്പെടുവാണ്. കൂടാതെ ഒരു വർഷത്തേക്കുള്ളൊരു പരിപാലനവും അവിടെ ലഭിക്കുകയാണ്. അപ്പോൾ അത് ആഹാരം റിലേറ്റഡ് ആയിരുന്നാലും അത് ശാരീരികമായിട്ടുള്ള ആയിരുന്നാലും മാനസികമായിട്ടുള്ള ലെവലിലായിരുന്നാലും രണ്ട് രീതിയിലും ആ കർക്കിടക ചികിത്സയിലൂടെ 1 മാസത്തെ ചികിത്സ കഴിയുമ്പോൾ അവർക്ക് അതിൽ നിന്നും ആ റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങളിൽ നിന്നൊരു മുക്തിയാണ് കിട്ടുന്നത്. ഇന്ന് ഒരു കർക്കിടക മാസം തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണാം പല തരത്തിലുള്ള അഡ്വർടൈസ്മെൻറ്റ്സ് നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ യൂട്യൂബ് ആയിരുന്നാലും ഫേസ്ബുക്ക് ആയിരുന്നാലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ആയിരുന്നാലും ഇഷ്ടം പോലെ ഓഫേഴ്സിൽ കർക്കിടക ചികിത്സയിൽ വരുന്നുണ്ട്. ഈ കർക്കിടക ചികിത്സ ചെയ്യുന്ന സെൻറ്റേഴ്സിൽ അല്ലെങ്കിൽ ക്ലിനിക്സിലോ ഹോസ്പിറ്റലിലോ ശരിയായ രീതിയിൽ ഡോക്ടേഴ്സ് ഉണ്ടോ, ഒരു ഡോക്ടറുടെ മേൽനോട്ടത്തിലാണോ ഈ കർക്കിടക ചികിത്സ എല്ലാം നടക്കുന്നതെന്ന്
നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ശരീരമാണ് നമ്മൾ ചികിത്സിക്കേണ്ടത്. ശരീരത്തെ മാത്രമല്ല, ശരീരവും മനസ്സും നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിലോ ഇല്ലെങ്കിൽ നമ്മൾ ആ ഒരു സെൻറ്ററിലോ നമ്മൾ ചികിത്സിക്കാൻ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ശരിയായിട്ടുള്ള ചികിത്സാ രീതികളല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള കേടുപാടുകൾ ശരീരത്ത് എന്തായാലും ഉണ്ടാകും. ഇതിൽ നമുക്കറിയാം, നമുക്കിപ്പോൾ ചില ഹോട്ടൽസ് അല്ലെങ്കിൽ ചില സ്പാ സെൻറ്റേഴ്സ് ഉണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ ചില ഹോസ്പിറ്റൽ ഗ്രൂപ്പ് തന്നെ വെറുതെ തെറാപ്പിസ്റ്റുകൾ നിയമിച്ച് അങ്ങനെ ചെയ്യുന്ന സെൻറ്റേഴ്സും ഉണ്ട്. ഓക്കെ, ഇതിനൊന്നും ഒരു ആധികാരികതയില്ല. കാരണം അവർക്ക് അതൊരു തടവിൽ മാത്രം, ഇല്ലെങ്കിൽ അതൊരു കിഴിയിടൽ മാത്രം, ഇല്ലെങ്കിൽ അതൊരു ചൂർണമെൻറ്റ് ഇത് തെറാപ്പി മാത്രമായിട്ട് പോകുന്നു. പക്ഷേ ആ രോഗിയുടെ രോഗാവസ്ഥ എന്താണ്, ഇല്ലെങ്കിൽ ഒരു രോഗമില്ലെങ്കിൽ പോലും ശരീരത്തിൻ്റെ അവസ്ഥ എന്താണ്. ഇപ്പോൾ ഒരു ശരീരത്തിൽ ത്രിദോഷങ്ങളുണ്ട്, വാദം, പിത്തം, കഫം എന്ന് പറയുന്ന ത്രിദോഷങ്ങളുണ്ട്. ഈ ത്രിദോഷങ്ങളിൽ ഏതാണ് കോപിച്ചിരിക്കുന്നത്? എല്ലാ മനുഷ്യർക്കും എല്ലാ ദോഷങ്ങളും ഒരുപോലെ ഇരിക്കത്തില്ല. അങ്ങനെ ഇരിക്കുന്ന വ്യക്തിയെ നമ്മൾ അത് ആരോഗ്യവാൻ എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ, പക്ഷേ എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു വ്യക്തി പോലും രോഗമില്ലാത്ത അവസ്ഥയിലൂടെ ആയിരിക്കുന്നില്ല. എല്ലാം കുഞ്ഞുകുട്ടികൾ മുതൽ വൃദ്ധാവസ്ഥയിൽ എത്തുന്നവരെയുള്ള ആൾക്കാർക്ക് ഒന്നല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു രോഗപ്രയാസങ്ങൾ എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് ആ ഒരു വ്യക്തി കർക്കിടക ചികിത്സ ചെയ്യുന്നതിന് മുമ്പ് കൃത്യമായിട്ട് ഡോക്ടറെ കണ്ട് അയാളുടെ ശരീരത്തിൻ്റെ സ്റ്റേറ്റസ് എന്താണ്, ഏത് രീതിയിലാണ് ശരീരം നിൽക്കുന്നത്, ഏത് ദോഷമാണ് കോപിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് സിസ്റ്റത്തിനാണ് കൂടുതൽ പ്രശ്നം ഉണ്ടായിരിക്കുന്നതെന്ന് ആദ്യം വിലയിരുത്തുക. ഓക്കെ, അതിന് വേണ്ടിയുള്ള ലബോറട്ടറി ഇൻവെസ്റ്റിഗേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ ചെയ്ത് രോഗനിർണയം കൃത്യമായിട്ട്, ഇല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് വന്നിരിക്കുന്നത് ശരിയായിട്ട് കണ്ടുപിടിക്കുക. എന്നാൽ ആ രോഗത്തെ ചെറുക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ എന്താണെന്ന് ഡോക്ടറിൽ നിന്ന് ആരായുക. അതോടൊപ്പം തന്നെ ചെയ്യേണ്ട കർക്കിടക ചികിത്സകളും ചെയ്തു പോകുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വ്യക്തി വരുമ്പോൾ എല്ലാ വ്യക്തിക്കും തടവിൽ ആവശ്യം വരണമെന്നില്ല. അതുപോലെ തന്നെ എല്ലാ വ്യക്തിക്കും പൊടിക്കിഴി വേണമെന്നില്ല, എല്ലാ വ്യക്തിക്കും വസ്തി ചെയ്യണമെന്നില്ല. ഓരോ വ്യക്തികൾക്കും ഓരോ രീതിയിലുള്ള ട്രീറ്റ്മെൻ്റ് ആയിരിക്കും ആവശ്യം, ആ രോഗിയുടെ രോഗ അവസ്ഥ അനുസരിച്ച്. ഓക്കെ, അത് കൃത്യമായിട്ട് പറയണമെങ്കിൽ ഒരു ഡോക്ടറുടെ സേവനം നിങ്ങൾക്ക് ഏറ്റവും അനിവാര്യമാണ്. അതൊരു തെറാപ്പിസ്റ്റിനോ ഇല്ലെങ്കിൽ തെറാപ്പിറ്റിക് സെൻറ്റേഴ്സിനോ അതൊരിക്കലും നിർദ്ദേശിക്കാനായിട്ട് കഴിയില്ല. അതിന് ആധികാരികമായിട്ട് ആയുർവേദം എന്താണെന്ന് അറിയണം, ആയുർവേദത്തിൻ്റെ ചികിത്സാ രീതികൾ എന്താണെന്ന് അറിയണം. ഒരു ശരീരത്തിൽ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ആ രോഗത്തെ എങ്ങനെ ചികിത്സിക്കണം, ഏത് രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾസ് നമ്മൾ അഡോപ്റ്റ് ചെയ്യണം എന്നുള്ളത് ആ ഡോക്ടറിന് മാത്രമേ അറിയാവുള്ളൂ. അപ്പോൾ ഇത് ആ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശമല്ലാതെ എനിക്ക് ഇന്നത് മതി, പൊടിക്കിഴി മതി, ഇല്ലെങ്കിൽ വെറുതെ ഒന്ന് ഒഴിഞ്ഞു കളയാം എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ, ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാണ്. ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ നീരുണ്ട്, ഏതെങ്കിലും മുട്ടിലോ നടുവിലോ ഇല്ലെങ്കിൽ കയ്യിലോ നീരുണ്ട്. ഈ നീരുണ്ടെങ്കിൽ സാധാരണ നമ്മൾ പറയുന്നത് നീരുണ്ടെങ്കിൽ എണ്ണ ഇടാൻ പാടില്ലെന്ന് പറയും. കാരണം നീരെന്ന് പറയുന്നതന്നെ ഒരു ഓയിലി സബ്സ്റ്റൻസ് ആണ് കെട്ടിക്കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ പുറത്തൂടെ ആ വേദനയുടെ കൂടെ നീരും ഉണ്ട്, അതിനോട് വീണ്ടും എണ്ണ ഇട്ട് കഴിഞ്ഞാൽ ആ നീര് കൂടത്തേ ഉള്ളൂ. ഓക്കെ, ആ എണ്ണയിട്ടും ചൂട് കൊള്ളുമ്പോൾ ആ ചൂടിൻ്റെ തൽഫലമായിട്ട് ചെറിയൊരു വേദന നമുക്കൊന്ന് മാറിക്കിട്ടും. പക്ഷേ നീര് അതുപോലെ തന്നെ വീണ്ടും കിടക്കും. എന്നാൽ ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോഴോ ഇതിൻ്റെ ഈ ഒരു കർക്കിടക ചികിത്സ ഇതൊന്നും നോക്കാതെ നമ്മളങ്ങ് ചെയ്യുമ്പോൾ ഈ നീരവിടെ ഇരിക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ അത് മാറത്തുമില്ല. ഈ ചികിത്സ കഴിയുമ്പോഴത്തേക്കും ഈ നീരം കയറി കൂടുകയും ചെയ്യും. ആ ചികിത്സ കഴിഞ്ഞ് 2-3 ആഴ്ച വരുമ്പോൾ നേരത്തെ അനുഭവിച്ചതിനേക്കാൾ ഇരട്ടി വേദന പിന്നെ അനുഭവിക്കേണ്ടി വരും. ഇത് മാത്രവുമല്ല, ചിലപ്പോൾ ഒരു ജോയിൻ്റ് ഡീജനറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ എന്തെങ്കിലും ആണെങ്കിൽ ചിലപ്പോൾ തേയ്മാനം വീണ്ടും കൂടാനും ചാൻസ് ഉണ്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ശരീരത്തിൻ്റെ യൂറിക് ആസിഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ യൂറിക് ആസിഡ് പോലെയുള്ള ഈ ആസിഡ്സിൻ്റെ ലെവലും ഒക്കെ കൂടും. അതുപോലെ ടോക്സിൻസ് ബിൽഡപ്പ് ആവാനും ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു ഡോക്ടറുടെ ശരിയായിട്ടുള്ള നിർദ്ദേശപ്രകാരം മാത്രം ചികിത്സ ചെയ്യുക എന്നുള്ളത് വളരെ അനിവാര്യമാണ്. കിഴികളിൽ തന്നെ പല ടൈപ്പ് കിഴികളുണ്ട്. ഇലക്കിഴിയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ നാരങ്ങക്കിഴിയുണ്ട്, ഞവരക്കിഴിയുണ്ട്, നവധാന്യക്കിഴിയുണ്ട്. ഇതിൽ ഏത് ടൈപ്പ് വേണമെന്നുള്ള ഡോക്ടറിന് മാത്രമേ ആധികാരികമായിട്ട് നിർദ്ദേശിക്കാൻ കഴിയുള്ളൂ. അത് ശരിയായ രീതിയിൽ തന്നെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കർക്കിടക ചികിത്സ ഗുണത്തേക്കാളേറെ ദോഷമേ നിങ്ങൾക്ക് സംഭാവന ചെയ്യുകയുള്ളൂ.